കുഴപ്പമില്ല, സൂപ്പറായിരുന്നു. സൂപ്പർ. വിനായകനെ ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സൂപ്പർ ഫൈൻ 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 നല്ല സിനിമയാണ്. അടിപൊളി അടിപൊളി അടിപൊളി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളാണ്. ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്. മമ്മൂട്ടിയാണ് ഒരു സ്റ്റെപ്പ് മുമ്പിലെന്ന് പറയാം. നന്നായിരുന്നു നന്നായിരുന്നു. ഇല്ല ഇല്ല ഞെട്ടിച്ചു ഞെട്ടിച്ചു. കേട്ടറിഞ്ഞിട്ട് വന്നാ. ആ പിന്നെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പടമാണ്. വില്ലനിസം മമ്മൂക്കനെ നമ്മ ഒരു ഇതിലല്ലേ കാണുന്നത്, ആ ഇത് തന്നെ അത്രേ ഉള്ളൂ. നല്ലതാണ്. പക്ഷെ വിനായകൻ തകർത്ത് പൊളിച്ചടക്കി, ഇനിയൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും ഇല്ല, സൂപ്പറായിട്ടുണ്ട്. ആണ് 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 ശരിക്കും. അങ്ങനെയൊന്നുമില്ല. പക്ഷേ വിനായകനെ നമ്മൾ മറ്റേ രജനീകാന്തിൻ്റെ പടത്തിലൊക്കെ കണ്ടതല്ലേ. ഹി ക്യാൻ ഡൂ ദാറ്റ്. അത് കൊള്ളാം. മമ്മൂക്കക്ക് എന്താ പറയണ, ആപ്റ്റായിട്ട് നിന്ന് പുള്ളി തകർത്ത്. അതെ അതായിരുന്നു. നല്ല നല്ല ഡീലിങ്സ്. പടം നല്ലതാ. എന്നാലും എനിക്ക് ദഹിച്ചില്ല. നെഗറ്റീവ് ചെയ്തുകൊണ്ടല്ല, എനിക്കത് അത്ര ഇതായിട്ട് ഫീൽ ചെയ്തില്ല. ശരിക്കും പറയുന്നത് ഞാൻ രണ്ടാമത്തെ വട്ടം സിനിമ കണ്ടത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഓരോ വട്ടം കാണുമ്പോഴും പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് ഒരു പ്രാവശ്യം കാണുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി കഥ ഡീപ്പായിട്ട് മനസ്സിലായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇനിയും കണ്ട വേറൊരു തരത്തിലാണ്. അതായത് നമ്മൾ ഓരോ തവണ കാണുമ്പോഴും കഥയ്ക്ക് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ വിനായകൻ്റെ അഭിനയമാണെങ്കിലും മമ്മൂട്ടിയുടെ അഭിനയമാണെങ്കിലും നമ്മൾ ആ ഓരോ സീനിലും ഓരോ മാറ്റങ്ങൾ ശരിക്കും നമ്മളെ ഒത്തിരി ഡീറ്റെയിലിംഗ് ഉണ്ട് സിനിമയിൽ. ആ ഡീറ്റെയിലിംഗ് ആണ് ശരിക്കും നമുക്ക് കഥ ഓരോ തവണ കാണുമ്പോഴും വ്യത്യസ്തമാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ അതെ, 100 കോടി. ശരിക്കും ഇങ്ങനത്തെ സിനിമകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ നമുക്ക് ഈ തരത്തിലുള്ള കഥ ബേസ്ഡ് ആയിട്ട്, അതായത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഇല്ലാതെ തന്നെ കഥയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ഇത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശരിക്കും ആ മമ്മൂട്ടി പ്രസൻസ് ശരിക്കും സഹായിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, താങ്ക് യു.